ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് എനർജീസ് എന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. എപ്പോഴും പറയുന്ന പോലെ ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയാം. നല്ലൊരു ദിവസം നന്ദി പറയാം. നല്ലൊരു നല്ലൊരു ആരോഗ്യമുള്ളൊരു ദിവസം നന്ദി പറയുക. അപ്പോൾ എന്താണോ നമുക്കുള്ളത് അതിന് വേണ്ടിയിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപ്രസിൻ്റെ കാർഡാണ്. അപ്പം ഇന്ന് എന്തോ ഒരു യാത്രയുണ്ട്, വളരെ ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി നമ്മൾ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമിനെയും സെൽഫ് റെസ്പെക്റ്റിനെയും കാണിക്കുന്ന രീതിയിൽ നമ്മൾ പുറത്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു എംപ്രസ് എനർജിയാണ്. വളരെ ക്രിയേറ്റീവായിട്ട് നമ്മളിൽ തന്നെ വളരെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മളെ കാണുമ്പോൾ ആളുകൾക്കൊരു ക്രിയേറ്റീവ് ഫീലിംഗ് വരും. അതായത് നമ്മളെ കാണുമ്പോൾ ഒരു ശില്പം കാണുന്ന പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മളെ നല്ലതായിട്ട് ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിക്കൊണ്ട് പോകാമെന്നാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ദിവസമായിരിക്കും. പ്ലസ് വെരി ഫെർട്ടൈലായിരിക്കും. വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രഗ്നൻസി അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിനൊരു റിസൾട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ അറിയുന്നതാവാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് കുഞ്ഞുണ്ടാകാനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ നല്ല ദിവസങ്ങളാണിത്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ മേക്ക് യൂസ് ചെയ്യുക കേട്ടോ. അതാണ് എംപ്രസ് എനർജി പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നമ്മളിപ്പോൾ സൗന്ദര്യം അല്ലെങ്കിൽ കാണാൻ വളരെ ഭംഗിയുണ്ട് എന്നതിനേക്കാളും നിങ്ങളിന്ന് തൊടുന്നതെല്ലാം പൊന്നാവുന്ന ദിവസമാണ്. അതാണ് തലയിൽ വെച്ചിരിക്കുന്ന കിരീടമുണ്ട് ഇതിനകത്ത്. ഇത് ഈ ചിത്രത്തിലില്ല, ശരിക്കുള്ള ടാരോ കാർഡ്സിൽ ഉള്ളത് 22 രാശികളും അതുപോലെ ഇട്ടിരിക്കുന്ന മാലയിലും നവഗ്രഹങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ഈ എംപ്രസ് ഇരിക്കുന്നത്. അതുപോലെ കാടിനെയും നാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് അതിനകത്ത് എംപ്രസിനെ പറയുന്നത്. അതുപോലെ എല്ലാ ഭാഗ്യങ്ങളും ഉള്ള, മാനിഫെസ്റ്റേഷൻ പവറുള്ള, ആഗ്രഹിക്കുന്ന എന്ത് സാധ്യമായ അതിഭാഗ്യവതിയായ ഒരു യുവതിയായിട്ടാണ് എംപ്രസിനെ കാണുന്നത്. അതുപോലെ സ്ത്രൈണതയുടെ ഏറ്റവും ഉത്തുംഗ മാതൃക എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ അത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മദർലി അഫെക്ഷനോട് കൂടിയ ഒരാളായിട്ടാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവുക. ഫെമിനിൻ എനർജി കൂടുതലായിരിക്കും. സെക്കൻഡ് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹീലിംഗ് നടക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെയധികം ഹീൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അവിടെ ഒരു ഹീലിംഗ് ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എവിടെയെങ്കിലുമൊക്കെ കളങ്കം വന്നിട്ടുള്ള ഫീമെയിൽ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ള നാണക്കേടുണ്ടാക്കുന്ന മോശപ്പേര്, ആ പേരുകൾ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ്. വളരെ നിഷ്കളങ്കമായൊരു തുടക്കം നിങ്ങളിലേക്ക് ഉണ്ടാവുന്നു എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ന്യൂസ്, വളരെ ഭംഗിയുള്ള, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. ഒരു വിളംബരം പോലെ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളിലേക്ക് എന്ന ദിവസം വന്നു ചേരും എന്നാണ് സൺ കാർഡ് പറയുന്നത്. വളരെ പോസിറ്റീവായിരിക്കും, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, വീണ്ടും പ്രൊഡക്ടിവിറ്റിയുടെ ഒരു കാർഡാണ്. വീണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം, വളരെ വൈബ്രൻ്റ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് എംപററാണ്. അതുകൊണ്ട് എംപററും എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ഒരു കമ്പാറ്റബിലിറ്റിയിലേക്ക് വന്നിട്ടുള്ള ദിവസമാണ്. അത് രണ്ടും ഉണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ റൂളിംഗ് പവർ ആണോ അത്രത്തോളം നിങ്ങൾ സട്ടിലായിട്ടുള്ള എനർജി ആയിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ ശിവനും പാർവതിയും എന്ന് പറയുന്ന, അതുപോലെ അർദ്ധനാരീശ്വര സങ്കല്പം എന്നൊക്കെ പറയുന്ന പോലെയാണ് എംപററും എംപ്രസും വരുമ്പോൾ നിങ്ങൾ അത്രത്തോളം താതാത്മ്യപ്പെട്ടിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പോൾ രണ്ടും ഉണ്ട് കേട്ടോ. രണ്ട് സെറ്റിലായിട്ടുള്ള എനർജി ഉണ്ട്, അതുപോലെ വളരെ ഭീകരമായിട്ടുള്ള എനർജി. രണ്ട് എനർജിയുടെയും പ്രതിഫലനം ഇന്നേ ദിവസം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈഗോയിസ്റ്റ് ആയിരിക്കും, കുറച്ച് മഴക്കാളിയായിരിക്കും, എല്ലാം അടുക്കി പെറുക്കി വെക്കണം എന്നുള്ളൊരു നിഷ്ഠയൊക്കെയുള്ള ദിവസമായിരിക്കും. പിന്നെ വളരെ പ്ലേഫുൾനെസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വളരെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതും ശ്രദ്ധിക്കണം. ദെൻ
6 ഓഫ് സോർട്സ് ആണ്, യാത്രയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നതാവാം. ചിലപ്പോൾ ക്ഷേത്ര ദർശനമോ ഒരു ഈ ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതാവാം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ കുടുംബഭാരം അല്ലെങ്കിൽ ദുരിതത്തോട് അതിൽ നിന്ന് അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടെല്ലാം ഒരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് ദുരിതം പിടിച്ചായിരിക്കും നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ്, കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഒരു ട്രിപ്പ് പോകുന്നത് പോലെയോ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോകുന്ന പോലെയാണ് 6 ഓഫ് സോർട്സ് പറയുന്നത്. ഓക്കെ, ദെൻ 3 ഓഫ് കപ്സ് ആണ്, സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞില്ലേ ഒരു യാത്രയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ആയിരിക്കും, ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ആയിരിക്കും നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ ആൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു സെലിബ്രേഷൻ മോഡ് ഓൺ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം ഫാമിലി ടൈം ഉണ്ട്. ഫാമിലിയിൽ പണപരമായ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ വീട്ടിലേക്ക് വരുമാനം വരികയോ വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുകയോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പല സോഴ്സിൽ നിന്ന് പണം വരുമെന്ന് കാണുന്നുണ്ട്. ഫാമിലിയോടൊപ്പം കുട്ടികളോടൊപ്പം നിങ്ങളുടെ പെറ്റ്സ്, കുട്ടികൾ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുറച്ച് സമയം ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. പണം വരുന്ന കാണുന്നുണ്ട് കേട്ടോ. ദെൻ 7 ഓഫ് സോർട്സ് ആണ്. ഈ 7 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ചതിയെക്കുറിച്ചാണ് പറയുന്നത്. ചിലപ്പം നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചതിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ച ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുനിന്ന് നേടിയിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചതായിരുന്നു എന്ന് മനസ്സിലാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ട് ആരെങ്കിലും ഇന്ന ദിവസം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എല്ലാം മൂല്യമുള്ളതാണ്. നമ്മൾ കാശ് കൊടുക്കാതെ ഒരു സാധനവും നമ്മുടെ വീട്ടിൽ വരില്ല. അപ്പോൾ എന്ത് സാധനമാണേലും നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായി സൂക്ഷിച്ച് വെക്കുക. വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് സംരക്ഷിക്കുക കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ വസ്തു കച്ചവടത്തിനൊക്കെ പോവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വില ഇട്ടിട്ട് നിങ്ങൾ പറയുവാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വസ്തു കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു നാട്ടിലൊരു വിലയുണ്ടാവും. ആ വിലയിൽ താന്നിട്ട് നിങ്ങൾക്കൊരു വസ്തു കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് കിട്ടുന്നത്. നമ്മുടെ കോളടിച്ചു അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യത്തിന് അത് കിട്ടിയെന്നൊക്കെ വിചാരിക്കുമ്പോൾ അതിനകത്ത് മറ്റെന്തെങ്കിലും ഒരു ചതി കൂടി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നേ ദിവസം എന്ത് സാധനം പർച്ചേസ് ചെയ്യാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് മൂൺ എനർജിയാണ്. മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഫ്ലക്ച്വേറ്റിംഗ് എനർജി ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ എംബററും ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേറ്റിംഗ് എനർജി ആയിരിക്കും. പെട്ടെന്ന് വളരെ റൂഡായിട്ട് സംസാരിക്കുകയും പെട്ടെന്ന് സട്ടിലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉള്ളിനുള്ളിൽ ഒരു വല്ലാത്ത ഭയം, എന്തിനാണെന്നറിയാത്തൊരു ഭയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തോ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഭയം, ഉള്ളിനുള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മോശമായിപ്പോയോ, അത് മറ്റുള്ളവർ അറിയുമോ എന്നൊക്കെ ഉള്ളൊരു ഭയത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് മൂൺ എനർജിയാണ്, മൂഡ് സ്വിങ്സ് ആണ് കാണുന്നത്. ദെൻ ഹാങ്ഡ്മാനാണ്. ഇതൊരു തലചുറ്റലോ അതുപോലെ തലയ്ക്ക് പെരുപ്പ് തോന്നുക, വയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ക്ഷീണമാണ്, വയ്യായികയാണ്, രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥയായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പം മൊത്തത്തിലൊരു ഹാങ്ഡ്മാനായിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമാണെന്നെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാൻ സാധിക്കില്ല. ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു തീരുമാനം എടുക്കുക, അതിൽ നിന്ന് മാറിപ്പോവുക, വീണ്ടും ആ തീരുമാനം എടുത്തത് ശരിയാണോ തെറ്റാണോ എന്ന് പുനഃപരിശോധിക്കുക, അതിലൊരു ഡിറ്റർമിൻഡ് അല്ലാതെ വീണ്ടും പിന്നത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ഒരു തീരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മൊത്തത്തിലൊരു പേഴ്സ്പെക്റ്റീവ് മാറുക. നിങ്ങൾ അവസാനം എന്നെക്കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഞാനിത് വിട്ടുകളയാണ്, ദൈവമേ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ട ഒരവസ്ഥ പോലും ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കുന്നു. ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് ഞാനത് വിട്ടുകൊടുക്കുവാണ്, സാക്രിഫൈസ് ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ ത്യജിക്കുവാണ്, അത് വേണ്ടാന്ന് വെക്കുവാണ്. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും, പക്ഷെ നിങ്ങൾ അതിനെ വേണ്ടെന്ന് വെക്കുന്ന ഒരു എനർജിയാണ് ഹാങ്ഡ്മാൻ്റെ എനർജി. അതുപോലെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടൊന്ന് മാറി ചിന്തിക്കുക, നമ്മുടെ കാഴ്ചപ്പാട് ഒന്ന് മാറ്റി വേറൊരു തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഹാങ്ഡ്മാൻ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പണം നിങ്ങളിലേക്ക് വന്നു ചേരും.
പണമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ആളായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അതിനെ ആഗ്രഹിക്കുന്നു അത്രത്തോളം അത് നിങ്ങളിലേക്ക് വന്നു ചേരും. പിന്നെ ഇവിടെ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിലൊരു റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പണം എന്ന ട്രഡീഷണൽ രീതിയിൽ ഇപ്പം FD ഇടുക അല്ലെങ്കിൽ പൈസ കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുക, ഇതൊന്നും അല്ലാതെ മോഡേൺ വേസിൽ നിങ്ങൾ പണം റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ടിലോ SIPയിലോ അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ പണം നിക്ഷേപിക്കാനായിട്ട് പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ പലിശയ്ക്ക് പണം കൈവായ്പ കൊടുക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ അത് സൂക്ഷിച്ച് ചെയ്യണം. അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. റിസ്ക് എടുത്ത് പണസമ്പാദനം നടത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇന്ന് എന്തായാലും പണം വരുമെന്ന് കാണുന്നുണ്ട്. ഭാഗ്യമുള്ളൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. ലോട്ടറിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. സെലിബ്രേഷനുണ്ട്. അതുപോലെ പണം പല സോഴ്സിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിച്ചൊരു ഗുഡ് ന്യൂസ്, അത് ചിലപ്പോൾ ജോലി കിട്ടിയെന്നായിരിക്കാം, നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു എന്നായിരിക്കാം, ചിലപ്പോൾ മത്സര പരീക്ഷകളിൽ നിങ്ങൾ വിജയിച്ചു എന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒരു പുതിയ വിളംബരം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരു ചതിയുടെ കാർഡുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു യാത്ര കാണുന്നുണ്ട്. സുഖകരമല്ലാത്തൊരു യാത്രയാണ്. പഴയ കാര്യങ്ങളെ മറക്കാൻ വേണ്ടിയിട്ടൊരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സെലിബ്രേഷന് പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തലകറക്കം പോലുള്ള അസുഖങ്ങൾ, അതുപോലെ ഒരു മന്ദത, ഒരു ഇമോഷണൽ ഇംബാലൻസ്, ഫ്ലക്ച്വേറ്റിംഗ് എനർജിയാണ്, അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ 6 ഓഫ് വൺസ് വീണ്ടും റിയൂണിയൻ്റെ കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നേക്കുന്നത്. നിങ്ങളെ ആരെ കാത്തിരിക്കുന്നോ അവരോടൊപ്പം ചേർന്നിരിക്കാൻ, അവരെ കാണാനും അവരോടൊപ്പം സംസാരിക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് 6 ഓഫ് വൺസ്. അതുപോലെ പബ്ലിക് റെക്കഗ്നേഷനാണ്. നിങ്ങൾ ഇന്ന് ആരെങ്കിലും യോഗങ്ങളൊക്കെ വിളിച്ച് നിങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക, നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ അച്ചീവ്മെൻറ്റിൽ ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുക എന്നൊക്കെയാണ് 6 ഓഫ് വൺസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡീഫമേഷൻ്റെ കാർഡും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നൊരു കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നാണക്കേടിലായിരുന്നവർ അവരുടെ നാണക്കേടെല്ലാം മാറി പുതിയ പകൽ വെളിച്ചത്തിലേക്ക് വരുന്നു, ആളുകളുടെ മുന്നിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ 6 ഓഫ് വൺസ് നിങ്ങളെ മറ്റുള്ളവർ അഭിനന്ദിക്കുന്നൊരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു മിക്സപ്പ് ആയിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സുമാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടിരിക്കുക. ഏറ്റവും നല്ല ഇന്നത്തെ ദിവസം വളരെ മനോഹരമാണെന്ന് രാവിലെ തന്നെ അങ്ങ് പറയണേ. ഏറ്റവും നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം. ഞാൻ ആഗ്രഹിച്ച എല്ലാം സംഭവിച്ച ദിവസമാണ് ഈ ദിവസം എന്ന് നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ച് പറയണം. എന്നിട്ട് വരുന്നതിന് എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, അങ്ങനെ മാത്രം അതിനെ എടുക്കുക. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ് കേട്ടോ. ദെൻ ഇന്ന് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അവസരം വന്നു കിട്ടും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നേടിയെടുക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നു ചേരും. അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. വേണ്ട രീതിയിൽ നിങ്ങളതിനെ വിനിയോഗിക്കുക കേട്ടോ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2 അബണ്ടൻസ് ആണ്. അപ്പോൾ ധാരാളമായിട്ട് അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്താണോ നിങ്ങളുടെ അബണ്ടൻസ്, അത് പണമാണെങ്കിൽ അങ്ങനെ, സന്തോഷമാണെങ്കിൽ അങ്ങനെ, സമാധാനമാണെങ്കിൽ അങ്ങനെ, എന്താണോ നിങ്ങളുടെ അബണ്ടൻസ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്ന് ചേരുന്ന കാണുന്നുണ്ട്. ദെൻ 3rd വൺ യെസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്ന അക്കാര്യം എന്ന് വളരെ പോസിറ്റീവായിട്ട് നടക്കുമെന്ന് കാണുന്നുണ്ട്. ദെൻ ബോട്ടം വന്നേക്കുന്നത് ഇറ്റ്സ് അപ് ടു എന്നാണ്. നിങ്ങളാണ് എല്ലാത്തിൻ്റെയും മുതലാളി, നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. എന്താണ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് യൂണിവേഴ്സ് പ്രണയിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. പാഷൻ, നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒക്കെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക. വളരെ പ്യുവറായിട്ടുള്ള ഒരാളാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് അവരോട് സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. ദെൻ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ പാഷൻ ഇല്യൂമിനേറ്റഡ് ആയിരിക്കട്ടെ. എന്നാൽ ഇഗ്നൈറ്റഡ് എന്ന് പറഞ്ഞില്ല, പാഷൻ ഇഗ്നൈറ്റഡ്. അതുപോലെ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അലൗ ദ സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ 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 ഓപ്പൺ ആക്കുകയല്ല ചെയ്യേണ്ടത്. അതെല്ലാം ലെറ്റ് ഇറ്റ് ഗോ. എന്താണ് സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ഓപ്പൺ ആവട്ടെ. നിങ്ങളായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഓപ്പണായിട്ടിരിക്കും. നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുടെ പ്രണയത്തെ
പുറത്ത് കാണിക്കുക. ആരോടാണോ നിങ്ങൾക്ക് പ്രണയമുള്ളത് അവരോട് നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെ പ്രണയിക്കുക, ഏറ്റവും പാഷനേറ്റായിട്ട് അവരെ പ്രണയിക്കുക എന്നാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് 4 എത്രയോ വ്യൂസ് ഉണ്ട്, പക്ഷേ ആകെ 500 മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അപ്പം അത് കണ്ടതിൻ്റെ ഒരു 10% പേര് പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെ നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം താങ്ക് യു സോ മച്ച്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹാപ്പി സൺഡേ. ഇന്ന് സൺഡേ ആണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.